ഞാൻ പറഞ്ഞു വന്നത് ഓമാനുഷതാക്കൾ എന്ന് പറയുന്നത് കുണ്ടോട്ടിയിൽ നിന്ന് ഒരു 9 കിലോമീറ്റർ ഇടവണ്ണപ്പാറ റൂട്ടിൽ ഓമാനൂർ എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. സത്യത്തിൽ അതിന്റെ പേര് ഓമാനൂർ എന്നായിരുന്നില്ല, ബിംബന്നൂർ എന്നായിരുന്നു. ബിംബന്നൂർ എന്ന് പറയാൻ തന്നെ കാരണം എന്നറിയാം, അവിടെ ഓൺലി 3 മുസ്ലിം വ്യക്തികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 3 ആണ്. പ്രധാനപ്പെട്ട ഒരാളെ കുഞ്ഞാലി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. മഹാനവറുകളുടെ പെങ്ങളുടെ 2 മക്കളും കൂടി 3 പേര്. ബാക്കി മുഴുവനും ഹിന്ദുക്കളാണ്. ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. വളരെ സന്തോഷത്തിലും സൗഹാർദ്ദത്തിലും ജീവിച്ചു പോരുന്ന ആ പ്രദേശത്ത് ബിംബങ്ങൾ എന്ന് പറയാൻ അവിടെ ബിംബാരാധകരായിരുന്നു കൂടുതൽ. അതുകൊണ്ടാണ് ബിംബ് എന്ന് പറയാൻ കാരണം, ബിംബന്നൂർ എന്ന് പറയാൻ കാരണം. എന്ന് പറയട്ടെ, അങ്ങനെ അവർ സന്തോഷത്തിൽ ജീവിച്ചിരിക്കുന്നതിനിടയിൽ ആ പ്രാദേശികമായ ചില പ്രശ്നങ്ങളുണ്ട്. അത് ഒരുപാട് പറയാനുണ്ട്. പ്രാദേശികമായ ചില പ്രശ്നങ്ങൾ കാരണം അവിടെ ഒരു വർഗീയ കലാപം ഉടലെടുക്കുകയുണ്ടായി. ആ വർഗീയ കലാപം ഉടലെടുക്കുകയും ഒരു യുദ്ധം വരെ അവിടെ അരങ്ങേറുകയും അതില് ഈ 3 ആളുകള് ഇസ്ലാമിന് വേണ്ടി ഷഹീദാവുകയും ചെയ്തു. അവരുടെ മക്ബറയാണ് ഇന്ന് കുണ്ടോട്ടിയുടെ 600ഓളം വർഷം പഴക്കമുള്ള ആ പള്ളി ഖബർസ്ഥാനിൽ ശുഹദാക്കളായി മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത്, നമ്മളെ മൗലൂദ് ആഘോഷിക്കുമ്പോൾ ഇന്ന് 318ാമത്തെ ആണ്ടാണ്. 300 വർഷം മുമ്പത്തെ ചരിത്രമാണ് ഈ പറയുന്നത്. 318ാമത്തെ ആണ്ടാണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. മഹാന്മാര് ഇസ്ലാമിന് വേണ്ടി, ദീനിന് വേണ്ടി അല്ലാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്ത് ജിഹാദ് നടത്തി ഷഹീദായ ആളുകളാണ്. അവരെ നമ്മൾ സ്മരിക്കണം. അവരുടെ മനതുകൊണ്ട് നമുക്ക് അല്ലാഹു നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റി തരുമാറാവട്ടെ. അവരെ അനുസ്മരിക്കണം, അവരെ ഓർക്കണം. അവരുടെ പേര് മൗലൂദ് പാരായണം നടത്തണം. മുമ്പൊക്കെ നമ്മുടെ നാടുകളിൽ എല്ലാ വീടുകളിലും വരെ നടന്നു പോകുന്നു. ഇതൊക്കെ എതിർക്കുകയും അതിനെ നിരുത്സാഹപ്പെടുകയും ചെയ്യുന്ന സമുദായം നമ്മൾ തന്നെ ഉള്ളെടുക്കുകയും അതൊക്കെ ഒരു പഴയതുപോലെ അല്ലാത്ത രീതിയിലേക്ക് മാറുകയും ചെയ്തു. അല്ലാഹു അതിനൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ നമുക്കൊക്കെ നമ്മളോട് ഒരുമിച്ച് കൂടിയത് മൗലൂദാണ്. ഇതിനു വേണ്ടി ഒരുപാട് സഹകരിച്ച, സാമ്പത്തികമായും ശാരീരികമായും ഒരുപാട് സഹകരിച്ചവരുണ്ട്. ഇതൊക്കെ കറക്റ്റ് ചെയ്ത് ഇന്ന് ഈ സമയത്തേക്ക് ഈ ഭക്ഷണമൊക്കെ തയ്യാറാക്കി ഇതിന് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. പേരെടുത്ത് പറയുന്നില്ല. അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് സദഖയായി സ്വീകരിക്കുമാറാവട്ടെ. അതൊക്കെ അവരുടെ മരണപ്പെട്ടു പോയ അവരുടെ ബന്ധുക്കളുടെ മറ്റു കുടുംബങ്ങൾ അവർക്കൊക്കെ അതിന്റെ തവാബിനെ അവരുടെ ഖബറിലേക്ക് അത് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അവരുടെ ജന്നാത്തിൽ സ്വീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമുക്ക് മൗലൂദ് ഓതാം.